അപ്പോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലെ തന്നെ ട്രെൻഡിങ് ഒരാളെയാണ്. അപ്പോ രാജേട്ടൻ ഹലോ, നമസ്കാരം. എന്താ വിശേഷം? സുഖമാണ്. സുഖമായിട്ട് പോണു. ഇപ്പൊ എന്തൊക്കെയുണ്ട് വിഷുവായിട്ടൊക്കെ? വിഷു ആയിട്ട് നല്ല സെയിലുണ്ട്. നമ്മുടെ കസ്റ്റമർ നമ്മൾ അറിഞ്ഞു തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എവിടുന്ന സ്ഥലം? ഞാൻ ലക്കിടി വരും, തിരുവില്ലാമല തിരുവില്ലാമല ലക്കിടി എന്നാണല്ലേ? അപ്പോ ഈ ചേട്ടന്റെ ഒരു വിജയം, ഇത്രയും കാലത്തെ ഒരു വിജയം. അപ്പോ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, നാളെ രാവിലെ ചേട്ടൻ എണീക്കുമ്പോ ഇതെല്ലാം ഒരു സ്വപ്നമാണെന്ന് കരുതി കഴിഞ്ഞാൽ ചേട്ടൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? ആദ്യം ചെയ്യാൻ പോണത് ഇതൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതി. നാളെ രാവിലെ എണീക്കുമ്പോൾ ഈ വിജയം എല്ലാം ഒരു സ്വപ്നമാണെന്ന് കരുതി, അതെ, സ്വപ്നമാണെന്ന് ഇതായി. അപ്പോ രാജോടെ ചെയ്യാൻ പോണ ഫസ്റ്റത്തെ ഒരു കാര്യം? ഫസ്റ്റത്തെ കാര്യം എനിക്ക് പെട്ടെന്ന് എന്താ പറയണമെന്ന് അറിയില്ല. എന്റെ ഒരു ആഗ്രഹം പറയണമെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം. തീർച്ചയായും ഒരുപാട് ജോലി ഇല്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഒരു ജോലി കൊടുത്ത് നമ്മുടെ സ്ഥാപനത്തിൽ വെക്കണം എന്നൊക്കെയാണ് മെയിനുള്ള ഒരു ആഗ്രഹം. ജോലി ഇല്ലാത്തവർ കുറെ പേരുണ്ടല്ലോ. അങ്ങനെ അപ്പോ ഇത് ഒരുപാട് വർക്കേഴ്സ് ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാപ്പിയാണ്. ഓക്കെ. പിന്നെ ഒരുപാട് പേര് പാവം ഒരുപാട് റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം തീർച്ചയായും ആ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അത് ഭയങ്കര ഒരു തീർച്ചയായിട്ടും അമ്മമാർക്കൊക്കെ ഭയങ്കര എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ ഭയങ്കര വിഷമമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് വല്ല ആഗ്രഹമുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും തുടർന്നുകൊണ്ട് പോട്ടെ. ചേട്ടൻ ആ ഒരു സിംപിൾസിറ്റി ആയിരിക്കും നാട്ടുകാർ ഇത്രയും ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എന്റെ കൊണ്ട് പേര് ഈ സ്റ്റോറി. ഞാൻ എന്തായാലും ഫോളോ ചെയ്യാം. എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ. താങ്ക് യു താങ്ക് യു ബ്രോ.